പത്തനംതിട്ട ജില്ലയിലെ പാറമടകളിലെ അനധികൃത സ്ഫോടക ശേഖരം സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷകൾ ഒന്നും തന്നെ കളക്ടറേറ്റിൽ കാണാനില്ലെന്ന് വിവരാവകാശ മറുപടി. വിവിധ സംഘടനകൾ ജില്ലാ കളക്ടർക്ക് നൽകിയ നൂറുകണക്കിന് പരാതികൾ അടക്കമുള്ളവയാണ് കളക്ടറേറ്റിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. പാറമടകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് ഏറ്റവും അധികം പരാതികൾ ലഭിക്കുന്ന ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. വിവിധ സംഘടനകളും വ്യക്തികളും ഇത്തരത്തിൽ നിരവധി പരാതികൾ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ടെന്നതിൻ്റെ തെളിവുകളിലൊന്നാണ് അപേക്ഷ ലഭിച്ചതായി കാണിച്ചുള്ള ഈ രസീത്. ഇത്തരത്തിൽ നിരവധി രസീതുകൾ ജില്ലയിലെ വിവിധ വ്യക്തികളുടെ കൈകളിലുണ്ട്. സാഹചര്യം ഇതായിരിക്കെയാണ് ജില്ലയിലെ പാറമടകളിലെ സ്ഫോടക വസ്തു ശേഖരത്തെക്കുറിച്ച് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത്. ഇതോടെ കളക്ടറേറ്റിൽ ലഭിച്ച പരാതികളെല്ലാം ആര് മുക്കിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. കളക്ടറേറ്റിന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ദൂരമായി എക്സ്പ്ലോസീവുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും ഈ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പാറമടകൾക്കെതിരായി വിവരാവകാശ അപേക്ഷകൾ കാണാതായ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകാനാണ് പരിസ്ഥിതി സംഘടനകളുടെ തീരുമാനം. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.